ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ എങ്ങനെ നമുക്ക് പൈസ ലാഭിക്കാം എന്നുള്ളതിനെക്കുറിച്ചും വേസ്റ്റ് ആവാതെ എങ്ങനെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാമെന്നതും അതേപോലെ തന്നെ വേസ്റ്റ് ആവാതെ എങ്ങനെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തീർക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, എന്നാലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പലചരക്ക് സാധനങ്ങൾ എപ്പോഴും വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെയാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ചിട്ടുള്ള ലിസ്റ്റ് വേണം. ലിസ്റ്റ് ഇല്ലാതെ പോകുമ്പോൾ ആവശ്യമില്ലാത്തത് വാങ്ങുകയും ആവശ്യമുള്ളത് വാങ്ങാതിരിക്കുകയും ചെയ്യും. സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് മറക്കാതിരിക്കാനായിട്ട് ഒരു ലിസ്റ്റ് എഴുതിയിട്ട് സൂക്ഷിക്കണം. വീട്ടിലെ സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് കിച്ചണിൽ ഒരു ബുക്കും പേനയും വെച്ചാൽ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി വെക്കാം. കഴിഞ്ഞ സാധനം, കഴിയാറായ സാധനം എന്നിങ്ങനെ തരംതിരിച്ചിട്ട് എഴുതി വെക്കണം. ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് മറക്കാതെ അത് എടുക്കുകയും ചെയ്യണം. എപ്പോഴും നമ്മൾ ഓരോ മാസത്തിൻ്റെ ആദ്യം തന്നെ കഴിയുന്നതും എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങാൻ ശ്രമിക്കണം. അങ്ങനെ ആകുമ്പോൾ അനാവശ്യമായ യാത്ര മൂലമുള്ള ചെലവുകൾ ചുരുക്കാൻ പറ്റും. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതും കുറയ്ക്കാം. ഇതിലൂടെയും ചെലവ് ചുരുക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നത് കൊണ്ട് കൂടുതൽ ചെലവും ഉണ്ടാവും. അടുത്തതായിട്ട് നല്ല ഷോപ്പുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഷോപ്പുകളിലെ സാധനങ്ങൾ ഗുണമേന്മയുള്ളതും വിലക്കുറവുള്ളതും ആണെന്ന് ഉറപ്പുവരുത്തണം. റേഷൻ കട, മാവേലി സ്റ്റോർ എന്നിവിടങ്ങളിലുള്ള സാധനങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ മാവേലി സ്റ്റോറുള്ള ഒരു പ്രശ്നം, നമുക്ക് തോന്നുമ്പോൾ ചെന്നാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സബ്സിഡി നിരക്കിലൊന്നും കിട്ടൂല. അപ്പോൾ സാധനം എത്തുന്ന സമയം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോകണം. എങ്കിലേ നമുക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുള്ള സമയത്ത് കിട്ടുകയുള്ളൂ. സൂപ്പർ മാർക്കറ്റിലൊക്കെ എപ്പോഴും ഈ ഡിസ്കൗണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡിസ്കൗണ്ട് ഉള്ള സമയങ്ങൾ പോയി നോക്കണം. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് കാർഡുകൾ എടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന പോയിന്റുകൾ അനുസരിച്ചിട്ടുള്ള സാധനങ്ങളും വാങ്ങണം. കാർഡോ നമ്പറോ ഒന്നും പോകുന്ന സമയത്ത് എടുക്കാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ പോകുന്ന സമയത്ത് ഒരു തുണിസഞ്ചി കയ്യിൽ വെക്കാൻ ശ്രമിക്കണം. കാരണം ചെറിയ പൈസ ആണെങ്കിൽ പോലും പ്ലാസ്റ്റിക് ബാഗുകൾ നമ്മൾ വെറുതെ വീട്ടിലേക്ക് കൊണ്ടുപോയിടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിലുള്ള ഡിസ്കൗണ്ട് ഓഫറൊക്കെ കണ്ടിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഒരുപാട് വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കരുത്. സാധനങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. സാധാരണയായിട്ട് ഒരു ഓഫറിലൊക്കെ വെക്കുക എക്സ്പയറി ഡേറ്റ് കഴിയാനായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങൾ. ഇനി ഞാൻ ഒരു മാസത്തിൽ ആദ്യം തന്നെ നമ്മൾ അടുക്കളയിൽ എന്തൊക്കെയാണ് ചെയ്തു വെക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും മാസം ആദ്യം തന്നെയാണ് വാങ്ങൽ. അധികവും ഞാൻ റേഷൻ കടയിൽ നിന്നുള്ള സാധനം വാങ്ങും, മാവേലി സ്റ്റോറിൽ നിന്ന് ചിലപ്പോൾ വാങ്ങും. പിന്നെ കൂടുതലും ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. കൂടുതലും നല്ല നല്ല സാധനങ്ങളാണ് അവിടെ ഉള്ളത്, നല്ല ഓഫറും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കൽ. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നോക്കിയത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ചായക്കുള്ള ഇതൊക്കെ ചമ്മന്തിയും പൂള പുഴുങ്ങിയതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എന്നതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ ഒതുക്കിയതിൻ്റെ ശേഷം നമുക്ക് ചായ കുടിക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്തതിന് ശേഷമാണ് ഈ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കിയത്. കൂടുതലും ഞാൻ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഇടാനായിട്ട് ഗ്ലാസിൻ്റെ കുപ്പികളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നത്. കുറേശ്ശായിട്ട് ഞാൻ പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കി വരുന്നത്. ഇപ്പോൾ കുറച്ചധികം ഗ്ലാസിൻ്റെ കുപ്പികളൊക്കെ ഉണ്ട്. ഇനിയും ഉണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ. അങ്ങനെ ഞാൻ അതിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ബാക്കി കഴിഞ്ഞ മാസത്തെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഒഴിഞ്ഞ കുപ്പികളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ബോക്സ് ഞാൻ ആദ്യം വാങ്ങിയില്ല, ഈ എണ്ണ കുപ്പിയൊക്കെ എടുത്ത് വെക്കാനായിട്ട് സെപ്പറേറ്റ് വെക്കാനായിട്ട് ഒരു ബോക്സ് വാങ്ങിക്കുന്നു. അപ്പോൾ അതിൽ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, എണ്ണ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓർഗനൈസർ ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയതാട്ടോ. കുറച്ചുകൂടി ഭംഗിയുള്ള സാധനങ്ങളൊക്കെ അതിൽ വെക്കണം. ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഇട്ടോ വെച്ചത്. അത് പൊടിയുപ്പ്, കല്ലുപ്പ്, പഞ്ചസാര, ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് അതിലേക്ക് മാറ്റി വെച്ചത്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന അടുത്ത് കൈ അകലത്തിൽ തന്നെയാണ് ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത് ഞാൻ. പിന്നെ ഞാൻ കുപ്പികളൊക്കെ ഓരോന്നായിട്ട് ഒഴിഞ്ഞതൊക്കെ മാറ്റി വെച്ച്, കഴുകാനുള്ളത് മാറ്റി വെച്ച്, ഒഴിഞ്ഞ കുപ്പിയൊക്കെ ഞാൻ കഴുകാനായിട്ട് ഉള്ളത് ഞാൻ സിങ്കിലേക്ക് എടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ കഴുകി വെച്ചതുണ്ട്. സാധനങ്ങൾ ഒഴിയുന്നതനുസരിച്ച് ഞാൻ ചിലപ്പോൾ ഒക്കെ പാത്രം കഴുകുന്ന കൂട്ടത്തിൽ അതും കഴുകി വെക്കും. അപ്പോൾ അത് മാറ്റി വെച്ച് ബാക്കിയുള്ള സാധനങ്ങൾ ഉള്ള കുപ്പികൾ ഒന്ന് മാറ്റി വെച്ച് അങ്ങനെ തരംതിരിച്ച് എടുക്കുക കേട്ടോ ആദ്യം തന്നെ ചെയ്തത്. 2-3 മാസം കൂടുമ്പോഴാണ് ഞാൻ മുളകും മല്ലിയൊക്കെ വാങ്ങൽ. അപ്പോൾ വലിയൊരു തലവേദനയാണ് മുളക് കഴുകി ഉണക്കിയെടുക്കുക എന്നുള്ളത്. 3-4 ദിവസത്തെ നല്ല വെയിൽ കൊണ്ടെങ്കിൽ തന്നെയുള്ളൂ ആ മുളകൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുള്ളൂ.
മുളകും മല്ലിയൊക്കെ കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചതിന് ശേഷമുള്ളൂ ബാക്കി പാത്രത്തിലേക്ക് ആക്കുക. അപ്പോൾ അതിന് മുന്നേ തന്നെ അതിൻ്റെ കാലിയായ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കഴുകാനായിട്ട് വെക്കുകയാണ്. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതേപോലെ തന്നെ ബാക്കിയുള്ള ഗ്ലാസിൻ്റെ കുപ്പികളൊക്കെ അതൊന്ന് കഴുകിയെടുത്ത് ഉണക്കിയെടുക്കണം. സാധനങ്ങളൊക്കെ അതിലേക്ക് മാറ്റണമല്ലോ. പിന്നെ എല്ലാ മാസവും ഞാൻ സാധനം വാങ്ങുന്ന സമയത്ത് സ്ക്രബ്ബറും സ്പോഞ്ചും അങ്ങനത്തെ ഒന്നും ഞാൻ മറക്കാതെ വാങ്ങും കേട്ടോ. കഴിയുന്നതും ഞാൻ ഒരു 1-1.5 മാസത്തിനടുത്ത് ഞാൻ ഒരു സ്ക്രബ്ബർ ഉപയോഗിക്കുകയുള്ളൂ. അത് വേഗം തന്നെ ഞാൻ മാറ്റാൻ ശ്രമിക്കലുണ്ട്. മാസം സാധനം വാങ്ങുന്നതിന് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും ഇങ്ങനെ വാങ്ങി നിറച്ച് വെക്കലില്ല. ഒരു മാസത്തെ കണക്കാക്കിയാണ് വാങ്ങി വെക്കുക. ഇത് കുറേ കൊല്ലങ്ങളായിട്ട് തുടർന്ന് പോരുന്ന കേട്ടോ. ഇക്കാക്ക ഗൾഫിലുള്ള സമയത്ത് ആദ്യമൊക്കെ മാസത്തിലല്ല പൈസ വരിക. അങ്ങനെ പൈസ വരുന്ന സമയത്താണ് ഞാൻ ഒരു മാസത്തേക്കുള്ള അരിയും ഇതേപോലത്തെ മറ്റ് പയറുവർഗ്ഗങ്ങളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളൊക്കെ മാറ്റി വെക്കുക, വാങ്ങിയിട്ട് എടുത്ത് വെക്കുക. പക്ഷെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു സമാധാനമാണ്. സാധനങ്ങൾ തീരുമ്പോൾ വല്ലാത്തൊരു പ്രയാസം പോലെ തോന്നും. അങ്ങനെ ആകുമ്പോൾ ഞാൻ വേഗം തന്നെ അത് തീരുന്നതനുസരിച്ച് ലിസ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ഇതൊക്കെ വാങ്ങിയെടുക്കാൻ ഞാൻ ശ്രമിക്കലുണ്ട്. കുപ്പിയിലാക്കുന്ന പരിപാടിയൊക്കെ ഞാൻ പിറ്റേന്നാട്ടോ ചെയ്തത്. 2 ദിവസമായിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആക്കി ഇട്ടത്. അതൊക്കെ ഇനിയിപ്പോൾ നാളെ ഉള്ളൂ. ഇതൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലുള്ള ക്യാബിനിലാണ് ഞാൻ ഗോതമ്പ് പൊടി, പത്തിരിപ്പൊടി, പുട്ടുപൊടി, പഞ്ചസാര അങ്ങനെയൊക്കെ സൂക്ഷിക്കൽ. ഇതേപോലത്തെ പാത്രത്തിലാക്കിയിട്ടാണ് വെക്കുക. ഈ ബോക്സ് ഉണ്ടല്ലോ, കുപ്പിയിലാക്കിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ അത്. അധിക സാധനങ്ങൾ, അതായത് പിന്നെ ഗ്രീൻ പീസ്, വെള്ളക്കടല അങ്ങനത്തെ ഒക്കെ ഞാൻ 500 ഗ്രാം ആട്ടോ വാങ്ങുക അധികവും. പിന്നെ ഉഴുന്ന്, ഈ കടല അങ്ങനത്തെ ഒക്കെയാണ് ഞാൻ 1 കിലോ വാങ്ങൽ. ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്താ വെച്ചാൽ കൂടുതൽ ഇത് വാങ്ങി കൊണ്ടുവച്ചാലുണ്ടല്ലോ ഒരു പ്രാണി അങ്ങനത്തെ ഇതൊക്കെ വരും. ചില സമയത്ത് ഞാൻ അതിൽ വറ്റൽമുളക് ഇട്ട് വെക്കലുണ്ട്. അരി കൂടുതൽ അരി വാങ്ങുന്ന സമയത്ത് ഞാൻ ആര്യവേപ്പിൻ്റെ ഇലല്ലേ അത് ഞാൻ ഈ പാത്രത്തിൻ്റെ അടിയിലും വെക്കും, അതേപോലെ നടുവിലും വെക്കും. അരിൻ്റെ ഉള്ളിൽ പച്ചരി ആയാലും നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ആയാലും ഒക്കെ അങ്ങനെ വെക്കും. പരിപ്പും ഞാൻ 500 വാങ്ങൽ. അതേപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ 500 വെച്ച് വാങ്ങിയാൽ എന്താ പറയുക, പെട്ടെന്ന് കേടാവില്ല. നമ്മൾ ആവശ്യത്തിന് തീർന്നാൽ പിന്നെ വേണമെങ്കിൽ വാങ്ങാമല്ലോ നമുക്ക്. അങ്ങനെ കുറേശ്ശെ വാങ്ങുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇതേപോലെ സാധനം വാങ്ങുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറിക്കൊക്കെ ഓഫർ ഉണ്ടാവും, ഫ്രൂട്ട്സിന് പച്ചക്കറിക്കൊക്കെ. അങ്ങനെ ചില സമയത്ത് ഞാൻ പച്ചക്കറി വാങ്ങും. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല റോബസ്റ്റ പഴം, അത് 1 കിലോന് 5 രൂപയാണ് കേട്ടോ. അങ്ങനെ അതേപോലെ തന്നെ നല്ല ഓഫർ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഓഫർ ഉണ്ടാകുമ്പോൾ പച്ചക്കറി വാങ്ങുള്ളൂ. അല്ലാതെ ഞാൻ ഒന്നായിട്ട് ആഴ്ചകളോളൊന്നും പച്ചക്കറി വാങ്ങി ഫ്രിഡ്ജിലൊന്നും വെക്കലില്ല. അത് പിന്നെ കുറേശ്ശായിട്ട് ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ വാങ്ങുള്ളൂ. നമ്മൾ പാല്, മീനൊക്കെ വാങ്ങുന്ന പോലെ തന്നെയാണ് പച്ചക്കറി വാങ്ങുക. ഇത് പിന്നെ ഒരു മാസത്തേക്ക് ഞാൻ എന്തായാലും വാങ്ങി സ്റ്റോക്ക് ചെയ്യും എല്ലാ സാധനങ്ങളും. അത് തീർന്നാൽ എനിക്കൊരു മനസ്സമാധാനക്കേടാണ്. അത് ഫുള്ളായി ഇങ്ങനെ നമ്മളെ കുപ്പികളിലൊക്കെ ഒന്ന് ഫില്ലായി നിൽക്കുമ്പോൾ അതൊരു തൃപ്തിയാണ്. പിന്നെ ഈ മുളകൊക്കെ ഉണങ്ങി മില്ലിൽ കൊണ്ടുവന്നിക്കണം. അതൊക്കെ ഇനി പാത്രത്തിലേക്കാക്കി മാറ്റുക ചെയ്യുക. അതൊക്കെ ഒരു വലിയൊരു ടിന്നിലാക്കി വെക്കും. പിന്നെ ചില്ലറ ആവശ്യത്തിന് നമ്മൾ മറ്റേ ഒരു മസാല ബോക്സ് ഉണ്ട്, അതിലേക്ക് കുറേശ്ശെ മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് വെക്കും. പിന്നെ മല്ലി ഞാൻ 2 കിലോ മല്ലി വാങ്ങും കേട്ടോ. അത് 1 കിലോന് നമ്മൾ മീനിലേക്കുള്ള വറവ് കണക്കാക്കിയിട്ട് സ്പൈസസ് ഒന്നും ഇടാതെ പൊടിപ്പിക്കും. പിന്നെ അതേപോലെ തന്നെ 1 കിലോന് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട്, അതേപോലെ കടലക്കറി, ചിക്കൻ കറി, ബീഫ് കറി അങ്ങനെയൊക്കെ അതിലേക്കൊക്കെ മാച്ചായിട്ടുള്ള ഒരു പൊടി 2 ടൈപ്പായിട്ടാണ് ഞാൻ മല്ലി ഇവിടെ പൊടിപ്പിച്ചെടുക്കൽ. ഞാനിപ്പോൾ സ്പൈസസ് ഒക്കെ കുറേശ്ശൊക്കെ ഇട്ടിട്ട് പൊടിപ്പിച്ച് വെക്കുന്ന മല്ലിപ്പൊടി ഉണ്ടല്ലോ, അത് ചിക്കൻ കറിയിലേക്കോ ബീഫ് കറിയിലേക്കൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ അതിലേക്ക് ഗരം മസാലപ്പൊടീൻ്റെ ആവശ്യമില്ല. അത് അത്രയും നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു പൊടിക്ക് ഉണ്ടാകുക. കഴിയുന്നതും ഞാൻ ഗരം മസാലപ്പൊടി അങ്ങനത്തെ ചെറിയ ആവശ്യങ്ങൾക്കൊന്നും ഞാൻ ഉപയോഗിക്കലില്ല. കുറച്ചധികം ബിരിയാണി, അതേപോലെ ചിക്കൻ കറി അങ്ങനത്തെ ഒക്കെ വെക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ സ്പൈസസ് ഇടുക. കടലക്കറിയിലേക്കൊന്നും ഞാൻ ഇടില്ല. ഈ മല്ലിപ്പൊടി തന്നെ മതി. പക്ഷെ എന്താ ആദ്യം ഒരു പ്രശ്നം എന്താ വെച്ചാൽ 2 ഒരേ കളറായതുകൊണ്ട് മാറിപ്പോവും. അങ്ങനെ ഞാൻ ആ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രത്യേകം പാത്രത്തിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊടിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ ഈ സ്പൈസസ് ഇട്ട മല്ലിപ്പൊടി ഇട്ടിട്ട് ഞാൻ മീൻ കറിയിലിടും. അപ്പോൾ ആകെ വ്യത്യാസം വരും, ചുവയ്ക്കൊക്കെ വ്യത്യാസം വരും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.